കെ.എം. ഷാജി നിലമ്പൂരിൽ ഇന്ന് പങ്കെടുക്കാനിരുന്ന പരിപാടി ലീഗ് നേതൃത്വം മുടക്കിയെന്ന ആരോപണം. പി.വി. അൻവറുടെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലമ്പൂർ മണ്ഡലം ലീഗ് കമ്മിറ്റിയാണ് സമ്മേളനം തീരുമാനിച്ചത്. നേതൃത്വം ഇടപെട്ട് അനുമതി നിഷേധിച്ചതോടെ മണ്ഡലം കമ്മിറ്റി പിൻവാങ്ങി. ഇതോടെ നേതൃത്വത്തിനെതിരെ സൈബർ ഗ്രൂപ്പുകളിൽ രൂക്ഷ വിമർശനമാണ്. ഇടതുപക്ഷവുമായുള്ള ഒത്തുതീർപ്പിന്റെ ഭാഗമാണ് എന്നാണ് വിമർശനം. എന്നാൽ പരിപാടിയുടെ പോസ്റ്ററുകൾ വ്യാജമാണെന്നും പരിപാടി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുമുള്ള വിശദീകരണവുമായി ലീഗ് നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി രംഗത്ത് വന്നു. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഞാൻ നിലമ്പൂർ നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് CH ഇക്ബാലാണ്. ഇത്തരത്തിലുള്ള ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വിധത്തിൽ 1-ാം തീയതി കെ.എം. ഷാജി നിലമ്പൂരിൽ എന്ന രൂപത്തിലുള്ളൊരു പ്രോഗ്രാം നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു പോസ്റ്റർ നമ്മൾ തയ്യാറാക്കി എവിടെയും വിതരണം ചെയ്തിട്ടില്ല. ഇത് പാർട്ടിയുടെ പേരിൽ വ്യാജ പ്രചാരണം നടത്തുന്നതിന് വേണ്ടി ചില തൽപര കക്ഷികൾ നമ്മുടെ ഒട്ടനവധി പ്രവർത്തകർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കും. സോഷ്യൽ മീഡിയയിലൂടെ നാഥനില്ലാത്ത വിധത്തിലുള്ള പ്രചാരണം നടത്തി നമ്മുടെ പ്രവർത്തകർ വലിയ ആവേശത്തോടു കൂടെ പല പ്രദേശങ്ങളിൽ നിന്നും നിലമ്പൂരിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉണ്ടായേക്കാവുന്ന വിഷമങ്ങൾ നമ്മുടെ പ്രവർത്തകർക്ക് വളരെ വലുതായിരിക്കും എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പരിപാടി മുസ്ലിം ലീഗിൻ്റെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ അറിവോടുകൂടെ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ഇങ്ങനെയൊരു പോസ്റ്റർ നമ്മൾ തയ്യാറാക്കിയിട്ടില്ല, ഇത് പ്രചരിപ്പിച്ചിട്ടില്ല. അത് മനസ്സിലാക്കി നല്ലവരായ സഹപ്രവർത്തകർ അത് തിരുത്തുകയും ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രചാര പ്രവർത്തനങ്ങൾ കണ്ടാൽ അതിനെക്കുറിച്ച് എതിർത്തുകൊണ്ടുള്ള, അത് ഔദ്യോഗികമായി അങ്ങനെ പരിപാടി ഇല്ല എന്നറിയിച്ചുകൊണ്ടുള്ള അറിയിപ്പുകൾ പരസ്പരം കൈമാറി സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് നല്ലവരായ പ്രവർത്തകർ പിൻവാങ്ങണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. CV അനുമോദ് തുടരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. അനുമോദ്, പി.വി. അൻവർ ഉന്നയിച്ച ഒറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു പൊളിറ്റിക്കൽ നെക്സസ് എന്നുള്ളത്. ഈ പൊളിറ്റിക്കൽ നെക്സസ് എന്നുള്ള വിവാദത്തെ കൂടുതൽ ചൂടുപിടിപ്പിക്കുന്ന തരത്തിലാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. ഇത് ലീഗ് പ്രവർത്തകർ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായും നേരത്തെ പറഞ്ഞ പോലെ അൻവറിന്റെ പ്രസ്താവനകൾ ഇടതുപക്ഷത്തെ മാത്രമല്ല ഒരു പരിധിവരെ ഇപ്പോൾ വലതുപക്ഷത്തെയും പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യം നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ സംഭവവികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു കെ.എം. ഷാജി പങ്കെടുക്കുന്ന തരത്തിൽ ഒരു പ്രചാരണം, അത് ഇടതുപക്ഷത്തിനെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ലീഗ് ഏറ്റുപിടിക്കുന്നു, അല്ലെങ്കിൽ ലീഗ് അതിന്റെ തുടർച്ചയായിട്ട് നടത്തുന്നു എന്ന് പറയുന്നത്, അങ്ങനെ അത്തരത്തിൽ ഒരു പ്രചാരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു പോസ്റ്ററും അത്തരത്തിലുള്ളതും ലീഗിന്റെ അറിവോടെയല്ല എന്നാണ് ഇവിടുത്തെ നിലമ്പൂരിലെ ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നത്. പക്ഷേ നമുക്കറിയാം, അൻവർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപമായിരുന്നു പൊളിറ്റിക്കൽ നെക്സസ് എന്നുള്ളത്. അതായത് പാർട്ടിയിലെ വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ ഉന്നത നേതാക്കൾ തമ്മിലുള്ള പരസ്പര ബന്ധം. അപ്പോൾ ഇപ്പോൾ ഈ തരത്തിൽ ഈ ഒരു യോഗം പിൻവലിച്ചത്, അല്ലെങ്കിൽ പൊതുയോഗം പിൻവലിച്ചത് ഈ നെക്സസിന്റെ ഭാഗമായിട്ടാണെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിലും അതേപോലെ തന്നെ സൈബർ ഇടങ്ങളിലുമൊക്കെ ലീഗ് അണികൾ തന്നെ പരസ്പരം പറയുന്ന ഒരു കാര്യം. കാരണം അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങൾ ഏറ്റവും അധികം ഏറ്റുപിടിക്കുന്ന പ്രവർത്തകർ കൂടിയാണ് മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും ഒക്കെ ഉള്ളത്. അപ്പോൾ അൻവറിന്റെ പിന്നാലെ കെ.എം. ഷാജി കൂടി ഈ വിഷയം നിലമ്പൂരിലെത്തി ഉന്നയിക്കുമ്പോൾ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ മാനം ഏറെ വലുതാണ്. പക്ഷേ ഇപ്പോൾ അത്തരത്തിലേക്കൊരു ഘട്ടം ആയിട്ടില്ലെന്നും ഒന്ന് കാത്തിരുന്ന് മതി പ്രതികരിക്കുക എന്നുമാണ് ലീഗിന്റെ ഔദ്യോഗികമായിട്ടുള്ള നിലപാട്. ആ ഒരു സാഹചര്യത്തിൽ വളരെ നേരത്തെ എടുത്ത ഒരു എടുത്തിയാടിയുള്ള തീരുമാനമാകാം കെ.എം. ഷാജിയെ കൊണ്ടുവരാനുള്ളത് എന്നതിന്റെ അടിസ്ഥാനത്തിലാകാം ലീഗ് ഇതിൽ പിന്മാറിയതെന്നാണ് മറ്റൊരു തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. എന്താണെങ്കിലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചും ഈ ഒരു വിഷയം, അൻവർ വിഷയത്തിൽ ഒരു ചെറിയ വിവാദം കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അൻവർ ഉന്നയിച്ച നെക്സസ് നിലനിൽക്കുന്നു എന്ന ചോദ്യം ലീഗ് അണികൾക്കിടയിൽ തന്നെ വ്യാപകമായിട്ട് ഉയരുന്നുണ്ട് ഈ സംഭവത്തെ തുടർന്ന് എന്നുള്ളതും മറ്റൊരു സംഭവവികാസമാണ്. എൽദോ റൈറ്റ്. എന്നാലും ഒരു പൊളിറ്റിക്കൽ നെക്സസ് വിവാദം അത് ഉയർത്തിയ പി.വി. എന്നതാണെങ്കിൽ ഇപ്പോൾ അത് കൂടുതൽ അഭിമുഖീകരിക്കുന്നത് മുസ്ലിം ലീഗാണോ എന്നുള്ളൊരു സംശയം അവിടെ ജനിപ്പിക്കുന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അനുമോദാണ് മലപ്പുറത്ത് വിവരങ്ങൾ പങ്കുവച്ചത്.